കൂട്ടുകാരെ, കഥ തുടങ്ങിയാലോ? എല്ലാവരും കേൾക്കണം കേട്ടോ. ഇന്നും ഒരു മുത്തശ്ശി കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഥയുടെ പേര് കുറുക്കനും പെൺകുട്ടിയും. മനോഹരമായ മലരണിക്കുന്നിൻ്റെ മുകളിലാണ് ചിന്നുകുഞ്ഞിൻ്റെയും അവളുടെ അച്ഛനും അമ്മയും 4 ആങ്ങളമാരും താമസിച്ചിരുന്നത്. അതായത് ഒരച്ഛനും അമ്മയ്ക്കും 5 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയവളാണ് ചിന്നു. 4 ആൺകുട്ടിയും 1 പെൺകുട്ടിയും. അങ്ങനെ അവരവിടെ നല്ല സന്തോഷമായിട്ട് കഴിയുമായിരുന്നു. നല്ല പച്ച വിരിച്ച മലകളും കുന്നുകളും പുഴകളും ഒക്കെയുള്ള മനോഹരമായ ഒരു പ്രദേശം. നമ്മുടെ ഗ്രാമീണ ഭംഗിയെല്ലാം ഉള്ള സ്ഥലം ഓർത്ത് നോക്കണം കേട്ടോ. ഈ ചിന്നുകുട്ടിയാണെങ്കിൽ ഇച്ചിരി കുറുമ്പിയാണ്. കാരണം എല്ലാവരുടെയും ഏറ്റവും ഇളയ ആളല്ലേ. നിങ്ങളുടെ വീട്ടിലും ഇളയ ആൾക്ക് ഇച്ചിരി കുസൃതി ആയിരിക്കും ഇല്ലേ? പോരാത്തതിന് 4 ആങ്ങളമാരുടെ ഒറ്റേ ഒരു പെങ്ങൾ. അപ്പോൾ അവൾ എന്ത് ചോദിച്ചാലും അച്ഛനും അമ്മയും കൊടുക്കും. പോരാത്തതിന് അച്ഛനും അമ്മയും കൊടുത്തില്ലെങ്കിൽ ആങ്ങളമാരും കൊടുക്കും. അതുകൊണ്ട് തന്നെ ചിന്നുകുട്ടി എന്നും കുസൃതിക്കുട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അമ്മയുടെ അടുത്ത് ചിന്നുകുട്ടി അങ്ങനെയല്ല. ചിന്നുകുട്ടി കുറേ കൂടെ കൂടുതൽ കുസൃതിക്കാരിയാണ്. അമ്മയും എപ്പോഴും കളിപ്പിക്കുമ്പോഴും എല്ലാം ചിന്നുകുട്ടിയോട് പറയും, നീ നല്ല കുട്ടിയായിട്ട് വളരണം കേട്ടോ, അല്ലെങ്കിൽ നല്ല തല്ലുകൊള്ളും. വീട്ടിൽ പറയില്ലേ നമ്മൾ? അമ്മ പറയില്ലേ അങ്ങനെ? അതെ, അതുപോലെ ചിന്നുകുട്ടിയുടെ അമ്മയും പറയും. കുറുമ്പ് കൂടുമ്പോൾ അമ്മ പറയും, നിന്നെ പിടിച്ച് ഞാൻ കുറുക്കന് കൊടുക്കുന്നു. ഈ കുന്നിൻ്റെ അടിവാരത്താണ് നമ്മുടെ പങ്കൻ കുറുക്കൻ താമസിച്ചിരുന്നത്. പങ്കൻ കുറുക്കൻ തീറ്റ തേടി ഇങ്ങനെ നടന്ന ഒരു ദിവസം ഈ ചിന്നുമോളുടെ അമ്മ നിന്നെ പിടിച്ച് കുറുക്കന് കൊടുക്കും എന്ന് പറഞ്ഞത് കേട്ടു. കുറുക്കന് സന്തോഷമായി. കുറുക്കൻ നോക്കിയപ്പോൾ നല്ല സുന്ദരിയായ ഒരു കുഞ്ഞുമണി. കുറുക്കൻ ഉടനെ അവിടെ പതുങ്ങി നിന്നു. എല്ലാ ദിവസവും അമ്മയും മകളും പറയുന്നത് കേൾക്കും. കുറുക്കനപ്പോൾ ചിന്തിക്കും, അയ്യോ, ചിന്നുമോളെ കൊണ്ടുപോയാൽ എനിക്ക് ചിന്നുമോൾക്ക് നല്ല ഭക്ഷണമൊന്നും കൊടുക്കാൻ മാർഗ്ഗമില്ലല്ലോ. അതിനുള്ളൊരു മാർഗ്ഗമാകുമ്പം ഞാൻ വന്ന് ചിന്നുമോളെ കൂട്ടിക്കൊണ്ട് പോകും. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ചിന്നുമോൾ ഭയങ്കര കുറുമ്പ് കാണിച്ചപ്പം ചിന്നുമോളുടെ അമ്മ പറഞ്ഞു, ചിന്നുമോളെ, ഞാൻ നിന്നെ പിടിച്ച് കുറുക്കന് കൊടുക്കും കേട്ടോ. നമ്മുടെ പങ്കൻ കുറുക്കൻ ആ സമയത്ത് അവിടെ വന്നു. കുറുക്കന് സന്തോഷമായി. കുറുക്കൻ വന്നിട്ട് പറഞ്ഞു, ഇനി ആരും ചിന്നുമോളെ വഴക്കൊന്നും പറയണ്ട. ഞാൻ ഒത്തിരി നാളായിട്ട് കാത്തിരിക്കുമായിരുന്നു ചിന്നുമോളെ കൊണ്ടുപോകാൻ. ഇപ്പോഴാണ് എനിക്കതിനുള്ളൊരു സാഹചര്യം ഒത്തു വന്നത്. അതുകൊണ്ട് ചിന്നുമോളെ ഞാൻ കൊണ്ടുപോകാം കേട്ടോ എന്ന് പറഞ്ഞു. അമ്മ ഞെട്ടിപ്പോയി. അയ്യോ, ചിന്നുമോളെ കൊണ്ടുപോകാനോ? ഇതെന്ത്? അമ്മ പേടിച്ചു പോയി. ചിന്നുമോളും പേടിച്ചു പോയി. ഇല്ലില്ല, ഞാൻ വെറുതെ പറഞ്ഞാന്ന് പറഞ്ഞു. ഉടനെ കുറുക്കൻ പറഞ്ഞു, ഞാൻ എത്ര കാലമായി കാത്തിരിക്കുന്നതെന്നറിയോ, അതുകൊണ്ട് എനിക്ക് ചിന്നുമോളെ തന്നേ പറ്റൂന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയും കുറുക്കനും വഴക്കായി. അവസാനം നിവൃത്തിയില്ലാതെ അമ്മ ചിന്നുമോളെ കുറുക്കന് കൊടുത്തു. അങ്ങനെ കുറുക്കൻ ചിന്നുമോളെയും കൊണ്ട് ദൂരെ അങ്ങ് പോയി. വൈകുന്നേരം ആയപ്പം ചിന്നുമോളുടെ അച്ഛനും ആങ്ങളമാരും ഒക്കെ പണി കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ചിന്നുമോളെ കുറുക്കൻ കൊണ്ടുപോയിന്ന്. ആദ്യം അവർ വിശ്വസിച്ചില്ല. എപ്പോഴും അമ്മ പറയുന്നതല്ലേ. പക്ഷേ അമ്മയുടെ കരച്ചിലും കേൾക്കുകയും ഒപ്പം ചിന്നുമോളെ കാണാതിരിക്കുകയും ചെയ്തപ്പം അവർ പറഞ്ഞു, അയ്യോ, അമ്മ പറഞ്ഞത് ശരിയാണെന്ന്. 4 പാടും ആളുകളൊക്കെ തിരഞ്ഞു. ഒരുപാട് ആളുകൾ അവിടെ ഇവിടെ എല്ലാം പോയി. പക്ഷേ ചിന്നുമോളെ കിട്ടിയില്ല. കുറുക്കൻ ഒരുപാട് ദൂരേക്ക് ചിന്നുമോളെയും കൊണ്ട് പോയി. ചിന്നുമോളെയും കൊണ്ട് പോയതോ, പങ്കൻ കുറുക്കൻ കൊണ്ടുപോയത് പൊന്മലക്കാട്ടിലേക്കാട്ടോ. ആ കാട് അതിമനോഹരമായ കാടാണ്. ആ കാടിൻ്റെ നല്ല ഒരു തണൽ പുഴയുടെയൊക്കെ അരികിലായിട്ട് മനോഹരമായൊരു കൊച്ചു കുടിലുണ്ടായിരുന്നു. ആ കുടിലിലേക്കാണ് നമ്മുടെ കുറുക്കൻ ചിന്നുമോളെയും കൊണ്ട് പോയത്. അവിടെ ചെന്നപ്പോൾ നമ്മുടെ ചിന്നുമോൾക്ക് കിടക്കാനുള്ള
കിടക്ക വരെ നമ്മുടെ കുറുക്കൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതായത് അവൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് നാളായി ഞാൻ കൊണ്ടുവരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു എന്ന്. ചിന്നുമോൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷേ കരഞ്ഞ് കരഞ്ഞ് ചിന്നുമോൾ തളർന്നിരുന്നു. ചിന്നുമോൾ അവിടെ കുറുക്കൻ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. കുറേ കഴിഞ്ഞു, ക്ഷീണമെല്ലാം മാറി ചിന്നുമോൾ എഴുന്നേറ്റപ്പം നോക്കുമ്പോൾ വിഭവസമൃദ്ധമായ സദ്യ, ചിന്നുമോൾ കണ്ടിട്ടില്ലാത്തതും കഴിച്ചിട്ടില്ലാത്തതുമായ ഒരുപാട് സാധനങ്ങൾ, മധുരപലഹാരങ്ങൾ, അങ്ങനെ ചിന്നുമോൾക്ക് ഇഷ്ടം പോലെ കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ചിന്നുമോൾ സങ്കടം ഉണ്ടെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. എല്ലാ ദിവസവും ചിന്നുമോൾക്ക് വിഭവസമൃദ്ധമായ സദ്യ നമ്മുടെ പങ്കൻ കുറുക്കൻ കൊടുക്കും. എന്നാൽ കുറുക്കൻ അതൊന്നുമല്ല കഴിക്കുന്നത്. കുറുക്കൻ പുറത്തു പോയി ഇര തേടി അവനുള്ള ഭക്ഷണവും അവൻ കരുതും. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. എങ്ങനെയാണ് ഈ സദ്യ ഒരുക്കുന്നതെന്ന് ചിന്നുമോൾ മനസ്സിലാക്കി. എങ്ങനെയാ? അതിവിശിഷ്ടമായ ഒരു കുടുക്ക നമ്മുടെ പങ്കൻ കുറുക്കനുണ്ട്. ആ കുടുക്ക എടുത്ത് വെച്ചിട്ട് പങ്കൻ കുറുക്കൻ പറയും, ചിന്നുമോൾ വിശക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ആ കുടുക്കയോട് നമ്മുടെ പങ്കൻ കുറുക്കൻ പറയും, ഇടുകുടുക്കേ ചോറും കറിയും, ഇടുകുടുക്കേ ചോറും കറിയും, ഇടുകുടുക്കേ ചോറും കറിയും. എത്ര പ്രാവശ്യം പറഞ്ഞു? 3 പ്രാവശ്യം പറഞ്ഞല്ലേ? അങ്ങനെ ഇടുകുടുക്കേ ചോറും കറിയും എന്ന് പറയുമ്പോഴേക്കും വിഭവസമൃദ്ധമായ സദ്യ ഒരുങ്ങും. അങ്ങനെ നമ്മുടെ കുറുക്കച്ചൻ എന്നും നല്ല സദ്യ കൊടുക്കും. ചിന്നുമോൾ സദ്യയൊക്കെ കഴിച്ച് ഇവർ രണ്ടും അങ്ങനെ കഴിഞ്ഞു പോവുക. ചിന്നുമോളെ തിരക്കി ക്ഷീണിച്ച് അവശരായ 4 സഹോദരങ്ങൾ ഒരു ദിവസം അവിടെ പുഴയുടെ വക്കിൽ വന്നപ്പോൾ ഒരു കുടിൽ കണ്ടു. എന്നാൽ ഇവിടെ കിടന്നൊന്ന് വിശ്രമിക്കാം എന്ന് വിചാരിച്ച് അവർ പതുക്കെ ആ കുടിലിലേക്ക് ചെന്നു. അവർ അത്ഭുതപ്പെട്ടു പോയി. നല്ല മിടുക്കിയായിട്ട് ചിന്നുമോൾ അവിടെ ഇരിക്കുന്നു. അവരെ കണ്ടപ്പോഴേക്കും ചിന്നുമോൾക്കും വളരെ സന്തോഷമായി. പക്ഷേ അവർ വളരെയധികം ക്ഷീണിച്ചിരുന്നു. അവരാകെ മെലിഞ്ഞുണങ്ങി. ചിന്നുമോളെ തരയ്ക്ക് നടന്ന് അവരാകെ അങ്ങ് ക്ഷീണിതരായിരുന്നു. അവർ പറഞ്ഞു, വിശന്നിട്ട് വയ്യ പെങ്ങളെ എന്ന് പറഞ്ഞു. ആങ്ങളെയും പെങ്ങളും എല്ലാം കെട്ടിപ്പിടിച്ച് കരഞ്ഞു, സന്തോഷം പങ്കുവെച്ചു. അപ്പം ചിന്നുമോൾ പറഞ്ഞു, ചേട്ടന്മാർ പോയി കുളിച്ചിട്ട് വാ, ഞാൻ ഭക്ഷണം തരാമെന്ന് പറഞ്ഞു. ചിന്നുമോൾ ചേട്ടന്മാർ കുളിക്കാൻ പോയ സമയത്ത് കുടുക്ക എടുത്തിട്ട് കുടുക്കയോട് പറഞ്ഞു, ഇടുകുടുക്കേ ചോറും കറിയും, ഇടുകുടുക്കേ ചോറും കറിയും, ഇടുകുടുക്കേ ചോറും കറിയും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിഭവസമൃദ്ധമായ സദ്യ. ചേട്ടന്മാർ വന്നപ്പോഴേക്കും എന്താ നല്ല നല്ല കറികളുടെയൊക്കെ നല്ല കുമ്മാന്നുള്ള മണം. കൊതി വന്നല്ലേ? അങ്ങനെ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് ചേട്ടന്മാർ സുഖമായി ഒന്ന് മയങ്ങി. പെട്ടെന്ന് മൂത്ത ചേട്ടൻ എണീച്ചിട്ട് പറഞ്ഞു, കുറുക്കൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് പോകണം. അങ്ങനെ ഈ കുടുക്കയും എടുത്ത് ചിന്നുമോളും 4 സഹോദരന്മാരും അവിടുന്ന് അവരുടെ വീട്ടിലേക്ക് പോയി. അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയെ കണ്ടു. അമ്മ കരഞ്ഞു, കെട്ടിപ്പിടിച്ചു, എൻ്റെ പൊന്നുമോളെ എന്ന് വിളിച്ച് കരഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ പങ്കൻ കുറുക്കൻ വീട്ടിൽ വന്നു. നോക്കിയിട്ട് ചിന്നുമോളെ കാണാനില്ല. ആകെ വിഷമമായി. അവനന്നേരം മനസ്സിലായി ചിന്നുമോളെ അവൻ്റെ വീട്ടുകാർ വന്ന് കൊണ്ടുപോയതാന്ന്. ഉടനെ കുറുക്കൻ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഓടി വന്ന് ചിന്നുമോളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ തായോ, എൻ്റെ കുഞ്ഞിനെ താ, എനിക്ക് എൻ്റെ കുഞ്ഞില്ലാതെ പറ്റില്ല, എൻ്റെ ചിന്നുമോളെ താന്ന് പറഞ്ഞു. അന്നേരം അമ്മ പറഞ്ഞു, ഞാൻ എത്ര നാളായിട്ട് എൻ്റെ കുഞ്ഞിനെ കാണാതെ വിഷമിച്ചിരിക്കുമെന്ന് നിനക്കറിയോ? നീ ഇത്ര നാളും എൻ്റെ കുഞ്ഞിനെ കൊണ്ട് നന്നായിട്ട് നോക്കി, പക്ഷേ നിനക്ക് ഇനി തരികയല്ല, എൻ്റെ മോളെ എനിക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുറുക്കന് ദേഷ്യമായി. കുറുക്കൻ പറഞ്ഞു, ഞാൻ ഇതിനെയും കൊണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് അവിടെ ഒരു ഇരുന്ന ഒലക്ക എടുത്ത് കുറുക്കനിട്ട് അടിക്കാനായിട്ട് ചേട്ടന്മാരെല്ലാവരും കൂടെ വന്നു. അപ്പം ചിന്നുമോൾ പറഞ്ഞു, വേണ്ട, അവൻ എൻ്റെ കൂട്ടുകാരനാണ്, അവനെ അടിക്കാൻ പാടില്ല, അവനെ ഉപദ്രവിക്കാനും പാടില്ല. എനിക്ക് ഇത്ര കാലവും സന്തോഷമായിട്ടിരിക്കാൻ ഭക്ഷണവും എന്നെ സുഖമായും ഒക്കെ ഇരുത്തിയത് എൻ്റെ പങ്കൻ കുറുക്കനാണെന്ന് പറഞ്ഞു. അപ്പോൾ ചിന്നുമോൾ അത് പറഞ്ഞു കേട്ടപ്പോഴേക്കും കുറുക്കൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ധാരധാരയായിട്ട് കണ്ണുനീര് വന്നു. എന്നിട്ട് കുറുക്കൻ പറഞ്ഞു,
ചിന്നുമോള് സന്തോഷമായിട്ട് എവിടെയാണോ ചിന്നുമോൾ ഇരിക്കുന്നത് അവിടെ ഇരിക്കുന്നത് കാണാനാണ് എനിക്കും ഇഷ്ടം. ഞാൻ എന്തെല്ലാം കൊണ്ടുവന്ന് കൊടുത്താലും ചിന്നുമോളുടെ മുഖത്ത് ഇപ്പോൾ കാണുന്ന സന്തോഷം അന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അമ്മേ എന്നോട് ക്ഷമിക്കണം, ചിന്നുമോളെ നിങ്ങൾ തന്നെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് കുറുക്കൻ പോകാൻ ഒരുങ്ങി. അപ്പോഴേക്കും ചിന്നുമോള് പറഞ്ഞു, കുറുക്കച്ചാ, പങ്കം കുറുക്ക, ഇനിയും നീ വരണം കേട്ടോ എൻ്റെ കൂടെ കളിക്കാൻ. അങ്ങനെ വീണ്ടും നമ്മുടെ മലയടിവാരത്തുള്ള കുറുക്കച്ചനും മലയുടെ മുകളിലുള്ള നമ്മുടെ ചിന്നുമോളും അവർ വീണ്ടും കളിക്കൂട്ടുകാരായി അങ്ങനെ കളിച്ച് കാലങ്ങൾ മുന്നോട്ട് പോയി. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും കഥ കേൾക്കണം, വേണ്ട സപ്പോർട്ടൊക്കെ തരണം കേട്ടോ. എല്ലാവർക്കും നന്ദി.